പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി സജീവ മാധ്യമ പ്രവർത്തനത്തിലായിരുന്നു ഞാൻ. അഴിമതി തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരം. എന്നാൽ ഇപ്പോൾ ആ ഹരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അഴിമതി തുറന്നു കാണിക്കുമ്പോൾ ആരുടെ അഴിമതിയാണോ തുറന്നു കാണിക്കുന്നത് അവർ ചൂടുന്നത് കാണുമ്പോൾ, അവർ സമൂഹത്തിൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹരം 20 വർഷക്കാലം ഞാൻ അനുഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അഴിമതി തുറന്നു കാണിക്കുമ്പോൾ 100 രൂപ കട്ടു എന്ന ആരോപണമുണ്ട് എന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തുമ്പോൾ 100 അല്ലാതെ 1 ലക്ഷമാണ്, 10 ലക്ഷമാണ്, കോടികളാണ് എന്ന് തുറന്നു പറയുകയാണ് അഴിമതിക്ക് വിധേയരായവർ. ഇത് കൊള്ളയാണ് എന്ന് KPCC പ്രസിഡന്റ്, തീവട്ടിക്കൊള്ളയാണ് എന്ന് KPCC വൈസ് പ്രസിഡന്റ്, പണം നൽകാതെ ഈ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് AK ആന്റണി. അങ്ങനെ പറയുന്ന കാലഘട്ടത്തിൽ എന്ത് ഹരമാണ് അഴിമതി തുറന്നു കാണിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കുണ്ടാവുക? സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരു MLA ആവുക എന്ന വ്യക്തിപരമായ ലക്ഷ്യമല്ല എനിക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതിനപ്പുറത്തേക്ക് UDFന്റെ ദുർഭരണത്തെ അകറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റുക, അതിനുവേണ്ടി കേരള നിയമസഭയിൽ ഒരു വോട്ട് എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ ഓരോരുത്തരും നിയമസഭയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.